വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കൂന്തൽ റോസ്റ്റാണ്. 1 കിലോ കൂന്തൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത്, 4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും, 4 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, കുറച്ച് വേപ്പില, ഒരു ചെറിയ കഷ്ണം കുടംപുളി, ആവശ്യത്തിന് ഉപ്പ്, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കൂന്തൽ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് പ്രഷർ കുക്കറിലേക്ക് ഇടാം. അല്പം വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കൂന്തലിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ വരുത്താം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 2 വിസിലും കൂടെ വരുത്താം. ഇത് വലിയ കൂന്തലായതുകൊണ്ടാണ് ഒരു 3 വിസിൽ വരുത്തുന്നത്. ചെറുതാണെങ്കിൽ നമുക്ക് ഒരു വിസിൽ തന്നെ വേവുന്നതാണ്. മൺചട്ടി ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നാടൻ വിഭവങ്ങൾക്ക് എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത്. 10 ഉള്ളി ചതച്ചത് ചേർക്കാം. 4 വറ്റൽമുളക്, കുറച്ച് വേപ്പിലയും, ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ നാടൻ വിഭവങ്ങൾ ഇതുപോലെ മൺചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കൂന്തൽ ചേർക്കാം. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, എന്നിട്ടും കൂടി കൂന്തലിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. ഓൾറെഡി നന്നായി വെന്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കാം. നമ്മൾ അവസാനം ഇങ്ങനെ ഗരം മസാല ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും കിട്ടും. കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്. നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിൽ ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എരിവ് അധികം ആവശ്യമില്ലാത്തവർക്ക് അത്രയും മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. കൂന്തലിനൊക്കെ കുറച്ചൊരു എരിവുണ്ടെങ്കിലേ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ചും കൂടിയൊക്കെ വെള്ളം വറ്റാനുണ്ട്. നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ചേർത്തെടുക്കാം. ഇപ്പം നമ്മളുടെ സവാളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂന്തലായിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പം നല്ല ഒരു കൂന്തലിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട്. ഗരം മസാലയുടെയും മുളക് പൊടിയുടെയും എല്ലാം മല്ലിപ്പൊടിയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളുടെ നാടൻ കൂന്തൽ റോസ്റ്റ് നന്നായി റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ, ഈ വിഭവങ്ങൾക്കൊക്കെ ഇത്തിരി അധികം വെളിച്ചെണ്ണ ഒഴിച്ചാലേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് ചേർക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കുറച്ചു നേരം ചട്ടിയിൽ തന്നെ നമുക്ക് വെക്കാം. ഇപ്പോൾ നമ്മളുടെ കൂന്തൽ റോസ്റ്റ് റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.